എനിക്കൊന്നും പിടികിട്ടിയില്ല. എങ്കിലും ഞാനത് കേട്ടിരുന്നു. എന്നാൽ അവസാനം ആ ചോദ്യങ്ങളുടെ അവസാനം ആ കുട്ടി ഒരു ചോദ്യം ആ ശാസ്ത്രജ്ഞനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: സർ, നമ്മുടെ ഭാരതം ഒരു ദരിദ്ര രാജ്യമാണ്. എത്രയോ ആളുകൾ ഒരു നേരത്തെ പോലും ആഹാരം കഴിക്കാതെ ജീവിക്കുന്ന നാടാണ് നമ്മുടെ ഭാരതം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലെന്നും ഉള്ളതൊരു വാസ്തവമാണെങ്കിലും ഇന്നും വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ ഒരു നേരമെങ്കിലും ഒരു സമീകൃതാഹാരം കഴിക്കാൻ അവർക്കില്ല. ഒരു നേരം എന്തെങ്കിലുമൊക്കെ കടിച്ച് തിന്നും കിടക്കുന്നതെന്നല്ലാതെ, വെള്ളവും കുടിച്ച് കിടക്കുന്നതെന്നല്ലാതെ ഒരു സമീകൃതാഹാരമില്ല. അതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് ഗ്രാമപ്രദേശത്തിലൊക്കെ കണ്ട എല്ലും തൊലിയുമാണ് ആളുകൾ. പ്രോട്ടീൻസിന്റെ വളരെ അഭാവം. ഞാൻ അതിലൂടെയൊക്കെ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് ചെന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ കണ്ട് പലപ്പോഴും ദുഃഖിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശത്തൊന്നും നമ്മൾ ഈ പട്ടണത്തിന്റെ പ്രൗഢിയൊന്നും ഗ്രാമത്തിലോട്ട് ഇറങ്ങിയാലില്ല. അപ്പോ അതാണ് അവൾ ഉദ്ദേശിച്ചത്. ഒരു നേരം പോലും വയറ് നിറച്ചോ സമീകൃതമായ ഒരു ആഹാരം കഴിക്കാനില്ലാത്ത കോടികൾ വസിക്കുന്ന ഈ ഭാരതത്തിൽ അവൾ ചോദിച്ച ചോദ്യം ഇതാണ്: സർ, എന്തിനാണ് ഇത്രയും കോടി രൂപ മുടക്കി ഒരു ചൊവ്വാ ദൗത്യം പറഞ്ഞ് ഒരു പേടകത്തെ നമ്മൾ ചൊവ്വയിലേക്ക് അയക്കുന്നത്? ഇത്രയും കോടി നമ്മൾ മുടക്കണം. അപ്പൊ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അല്പം യുക്തിസഹമാണ്. നിങ്ങൾ ചോദിച്ചത് ശരിയാണ്. അത് ഒരു വശത്ത് നിന്ന് നോക്കിയാൽ മാനുഷിക പരിഗണന വെച്ച് ഇത്രയും ആളുകൾ ദാരിദ്ര്യം കിടക്കുന്ന, പട്ടിണി കിടക്കുന്ന രാജ്യം ഇത്രയും കോടികൾ മുടക്കി ഇവിടുന്ന് ഇങ്ങനെ ഒരു ദൗത്യം അമേരിക്ക ചെയ്യുന്നത് പോലെയോ റഷ്യ ചെയ്യുന്നത് പോലെയോ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? അതൊരു ചോദ്യമാണ്. പക്ഷെ അദ്ദേഹം അടുത്തത് പറഞ്ഞത്, നിങ്ങൾ അറിയാത്ത മറ്റൊരു കാര്യമുണ്ട്, അത് സാധാരണക്കാരൻ ചിന്തിക്കാറില്ല. നമ്മുടെ ഈ ഭൂമിക്ക് ഈ നിലയിൽ മുൻപോട്ട് പോയാൽ ഒരു 50 വർഷം കൂടെ ആയുസ്സില്ല. അതിന്റെ പ്രധാന കാരണം അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, ഓക്സിജന്റെ അളവ് ക്രമാതീതമായി അന്തരീക്ഷത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജന്റെ അളവ് കുറയുന്നത് മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കണ്ടമാനം കൂടുകയാണ്. അതായത് ചൂട് കൂടുന്നത്. ഹരിതഗൃഹ വാതകങ്ങൾ എന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. അത് നിറഞ്ഞിട്ട് ഓക്സിജന്റെ അളവ് കുറയുകയാണ്. അത് നിമിത്തമാണ് ശ്വാസകോശ സംബന്ധിയായ രോഗികളുടെ എണ്ണം ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു രോഗമാണ് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളെ സന്ദർശിച്ചു പോയ കോവിഡ് ശ്വതിയായ രോഗമായിരുന്നു. ഇത്തരം അന്ന് അദ്ദേഹം ഈ ഉണ്ടായില്ല. അതിനു മുമ്പ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചത്. അതായത് ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ അദ്ദേഹം പറഞ്ഞത്, ഇത്തരം രോഗങ്ങളും പ്രശ്നങ്ങളും ഇനി വർദ്ധിക്കും. ജനങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെ സസ്യലതാദികൾ എരിഞ്ഞു തുടങ്ങും. കുടിവെള്ളം കിട്ടാതെ മൃഗങ്ങൾ ചത്തു വീഴാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഇനി ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. മാക്സിമം ഒരു 50 വർഷം അദ്ദേഹം പറയുകയാണ്. അതിനേക്കാൾ ഉപരി നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് മനുഷ്യൻ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളുടെ പ്രശ്നം. ഇപ്പോ അദ്ദേഹം പറയുകയാണ്, അമേരിക്കയിലെ കണക്ക് ഞാൻ പറയാം. അമേരിക്കയിൽ മാത്രം ഒരു വർഷം അവർ പുറത്ത് കളയുന്ന മാലിന്യങ്ങൾ കൂട്ടി വയ്ക്കണമെങ്കിൽ ഇതുപോലെ 2 ഭൂമിയും കൂടെ വേണം. ഒന്ന് ശേഖരിച്ചു വെക്കണ്ടേ? ഈ മാലിന്യങ്ങളൊന്ന് ശേഖരിച്ചു വെക്കണ്ടേ? അത് ഇവിടെ കൊണ്ട് കളയും. അത് കൊണ്ട് ഇടണമെങ്കിൽ ഇതുപോലെ 2 ഭൂമിയും കൂടെ വേണ്ടി വരും നമുക്കിനി. അപ്പൊ ലോകം മുഴുവനുള്ള ചരിത്രം ചിന്തിച്ചു നോക്കിയേ. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് മനുഷ്യരാശി ഇനി ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു താവളം നമ്മൾ കണ്ടെത്തേണ്ടി വരും. ബാക്കി മനുഷ്യരെല്ലാം ഇവിടെ ചത്തൊടുങ്ങും. അതിന്റെ ശ്രമത്തിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ചൊവ്വായിൽ അല്പം ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഫ്ലാറ്റുകൾ പണിത് കനത്ത വിലയിട്ടാൽ പണമുള്ളവരൊക്കെ അങ്ങോട്ട് പോയി രക്ഷപ്പെടുമല്ലോ. അപ്പൊ പൈസ ഇല്ലാത്തവരൊക്കെ ഇവിടെ തന്നെ നമ്മുടെ ഈ ഭൂമി ചത്തൊടുങ്ങും. ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് പോകില്ലേ? അപ്പൊ അവിടെ ചെന്ന് മനുഷ്യരാശി നിലനിൽക്കാൻ അതൊരു കാരണമാകുകയില്ലേ? അതിന്റെ തുടക്കം ഓരോ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. കാരണം ലോകത്തിൽ ജനശക്തിയിൽ 2ാമത്തെ സ്ഥാനമുള്ള ഭാരതത്തിൽ നിന്ന് കുറെ പേരെയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കണം. ഞാൻ സത്യത്തിൽ അത് കേട്ടു ഭയന്നുപോയി. ആ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൺവെൻഷനുകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ
ഞാൻ ഈ കാര്യം പറഞ്ഞ് പ്രസംഗിച്ചു. ജനങ്ങളുടെ ഇടയിൽ നിന്നും വലിയ അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ ഉണ്ടായി. ഇതൊരു വലിയ തത്വമാണ് കേട്ടോ. ഇനി കർത്താവ് വന്നേ പറ്റൂ, അല്ലെങ്കിൽ നാം എല്ലാം ഇവിടെ ചത്തൊടുങ്ങാൻ പോകുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടേണ്ട സമയമായി. പക്ഷേ അങ്ങനെ മനുഷ്യൻ ചത്തൊടുങ്ങുന്നതിന് മുൻപേ നമ്മുടെ കർത്താവ് ഇങ്ങ് വരും, അതെനിക്ക് ഉറപ്പാണ്. വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മളും ഗതികിട്ടപ്രേതം പോലെ ഈ ഭൂമിയിൽ ചത്തൊടുങ്ങേണ്ടി വരും. കർത്താവ് അനുവദിക്കാതെ തന്റെ മക്കളെ അതിനു മുൻപേ, ആ വലിയൊരു ബാധ ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപേ തന്റെ മക്കളെ ഇവിടുന്ന് മാറ്റും. അതുകൊണ്ട് നമുക്കിനി നേരമില്ല, നമുക്കിനി സമയമില്ല. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ട ദിവസമാണിത്. അതെങ്ങനെയാ ഒരുങ്ങുന്നത്? ഷട്ട് തേച്ചിടുകയല്ല ചെയ്യേണ്ടത്. ദൈവവചനമാകുന്ന വെള്ളത്താൽ നമ്മുടെ ജീവിതത്തെ കഴുകി നിർമ്മലമാക്കുകയാ ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ യോഹന്നാൻ സ്നാപകൻ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റപ്പോൾ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. കർത്താവ് മാനസാന്തരത്തിന്റെ ദൂത. എല്ലാവരും അല്ലെ, ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടാൻ കർത്താവ് ഇച്ഛിക്കുന്നു എന്നാണ് അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം. അപ്പൊ കർത്താവിന്റെ വരവ് ഇങ്ങനെ താമസിക്കുന്നല്ലോ എന്ന് പറഞ്ഞു നടന്നവരോട് പത്രോസ് തന്നെ പറഞ്ഞു, ചിലർ പറയുന്നത് പോലെ കർത്താവ് താമസിക്കുന്നില്ല, ചിലർ കൂടെ രക്ഷിക്കപ്പെടാൻ അവിടുന്ന് കാത്തിരിക്കുന്നതാണ്, അവസരം തരുന്നതാണ്. അപ്പൊ കുറെ കൂടെ ആളുകളെ ഇതിനകത്ത് രക്ഷയുടെ വാതിൽ തുറന്നിട്ടിട്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് കാത്തിരിക്കുക. ഇനിയും കുറെ കൂടെ എന്ന് പറഞ്ഞ് വേദപുസ്തകം എഴുതി വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് പറയുകയാണ്, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ പോയി അഴുക്കാണട്ടെ, ഞാൻ വേഗം വരും. ഞാൻ വേഗം വരും. ഇനി അതിനൊന്നും നേരമില്ല. ഇനി കുറെ കൂടെ വരട്ടെ, കുറെ കൂടെ വന്ന് കയറട്ടെന്ന് പറഞ്ഞ സമയമില്ല. അതുകൊണ്ട് നീതിമാൻ നീതി ചെയ്തോണം, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിച്ചോണം, അഴുക്കുള്ളവൻ പോയി ഇനി അഴുക്കാട് പോ, ഇനി നേരമില്ലെന്ന്. ഞാൻ വരുന്നു. ഞാന് ശുശ്രൂഷയ്ക്ക് ഓടി നടക്കുന്ന കാലങ്ങളിൽ അല്പം ദൂരത്തൊക്കെ ആണെങ്കിൽ കഴിയുന്നിടത്തോളം ട്രെയിനൊക്കെയാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത്. അപ്പോ നോർത്ത് മലബാർ സൈഡിലോട്ടോ തിരുവനന്തപുരത്തൊക്കെ പലപ്പോഴും ഞാൻ വരും. മിക്കവാറും തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗമൊക്കെ എന്റെ പ്രധാന ആസ്ഥാനങ്ങളായിരുന്നു. ഞാൻ ഇവിടുന്ന് ട്രെയിനൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തറിയാം, ട്രെയിനിന്റെ ടൈം എനിക്കറിയാം. അപ്പോ എന്നെ കുഞ്ഞുങ്ങൾ അവിടെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കും. അപ്പൊ നേരത്തെ എല്ലാം എടുത്തു വെക്കും, കാരണം തലേന്ന് മീറ്റിംഗ് കഴിഞ്ഞായിരിക്കും വരുന്നത്. രാത്രിയില് വന്ന് പിറ്റേ ദിവസം അങ്ങോട്ട് പോകാനുള്ളത് എല്ലാം എടുത്തു വെക്കും. എണ്ണ എടുത്തു വെക്കും, സോപ്പ് എടുത്തു വെക്കും, ടൂത്ത് ബ്രഷും പേസ്റ്റും എടുത്തു വെക്കും, തോർത്തെടുത്തു വെക്കും. അങ്ങനെ എന്റെ അസ്മാദികളെല്ലാം എടുത്തു വെക്കും. ഈ എല്ലാം എടുത്ത് ഒരുങ്ങി വെച്ചിട്ട് ഞാൻ കാലേ കൂട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുവനാ. അല്ലാതെ ഈ തട്ടിക്കൂട്ട് പരിപാടി എനിക്ക് പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. എല്ലാം ക്രമീകരിച്ച് സമയം നോക്കിക്കൊണ്ടിങ്ങനെ. അപ്പോ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ എന്റെ വീട്ടിൽ നിന്ന് 5-8 മിനിറ്റിന്റെ യാത്രയുള്ളൂ, പെട്ടെന്ന് അവിടെ ചെല്ലാം. അപ്പൊ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ മുമ്പേ ഞാൻ പറയും, നമുക്ക് പ്രാർത്ഥിക്കാൻ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഗുണമുണ്ട്. ഈ മറന്നുപോയതൊക്കെ ഓർക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അനുഭവം ഉണ്ടല്ലോ. അപ്പൊ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചാർജർ എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മള് ടവൽ എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നേ. അപ്പോഴായിരിക്കും ചിലപ്പോൾ ടൂത്ത് ബ്രഷ് എടുത്ത് വെച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നേ. പിന്നെ ഒരു ബഹളമാണ്, കാരണം 8 മിനിറ്റൂടെ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. വണ്ടി വരുമ്പം ചാടിക്കണം. അപ്പൊ തിരക്ക് വെച്ചിട്ട് ഞാൻ വൈഫിനോട് ബ്രഷിക്ക് എടുത്തോ, പുറത്തെടുത്തേ, സോക്സ് എടുത്ത് വെച്ചോ. പിന്നെ ഒരു ബഹളമാണ്. അവസാനം ഞാനൊരു പറഞ്ഞു, ഇനി കിട്ടുന്നത് മതി, കിട്ടിയത് മതി, ഉള്ളത് മതി, ഞാൻ പോവുക എന്ന് പറഞ്ഞൊരു പോക്ക. ഇത് തന്നെയാ കർത്താവ് പറഞ്ഞത്, ഇനി ഉള്ളത് മതിയെന്ന്. സമയം പോയി,
നേരം പോയി. അതുകൊണ്ട് വിശുദ്ധൻ വിശുദ്ധീകരിക്കേണ്ട സമയമായി. എങ്ങനെയാ വിശുദ്ധീകരിക്കുന്നത്? പല്ലു തേച്ച് മുടി ചെയ്യാൻ പോരാ. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തെ തന്നെ ദൈവവചനമാകുന്ന വെള്ളത്തിൽ കഴുകുക, മാലിന്യം കളയുക. അതാ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ കിടക്കുന്നത് അല്ലെ. അവളെ വചനമാകുന്ന വെള്ളത്താൽ ശുദ്ധീകരിച്ചു. അപ്പൊ ദൈവവചനമാകുന്ന വെള്ളത്താൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചു കൊണ്ടുവരണം. അതിന്റെ ദിവസമായത് ഞാനത് വിശ്വസിക്കുന്നു. എന്റെ ഈ ആയുസ്സിൽ ഞാനത് കാണും. എന്റെ യേശു വരും, അത് ഞാൻ അറിയും എന്ന് വിശ്വസിക്കുന്ന ആളാ. കാരണം കർത്താവ് ഈ വന്നില്ലെങ്കിൽ ഈ ഭൂമിക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് ഉപദേശിമാരല്ല പറയുന്നത്, ശാസ്ത്രജ്ഞന്മാരാ പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വചനം പഠിക്കാൻ കഴിയുന്നിടത്തോളം പഠിക്കുക, തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, വചനത്തോത്ത വിധം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ വചന പഠനം ഒരു ക്രൈസ് പോലെ ഈ ദിവസങ്ങളിൽ ഇതുപോലുള്ള ഈവനിങ് ക്ലാസ്സുകൾ അനേക ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. ഇതൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലായിരുന്നു. ഞങ്ങളെപ്പോലെ ജീവിതം സുവിശേഷത്തിന് വേണ്ടി വലിച്ചെറിയുന്ന ആളുകൾ സെമിനാരിൽ പോയി പഠിക്കുന്നതേ ഉള്ളായിരുന്നു അന്നൊക്കെ. എന്റെയൊക്കെ ആ കാലങ്ങളിൽ ഞങ്ങളൊക്കെ സെമിനാരിൽ പോയി നല്ല ചെറുപ്പപ്രായത്തിൽ തന്നെ തീരുമാനമെടുത്ത് ഭൗതിക ജീവിതമെല്ലാം ഉപേക്ഷിച്ചിട്ട് സെമിനാരിയിൽ പോയി അവിടുത്തെ ശിക്ഷണത്തിന്റെ കീഴിൽ അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ ഭക്ഷണം കഴിച്ച് അവിടെ പാർത്ത് അങ്ങനെയൊക്കെയാ ഞങ്ങൾ വചനം പഠിച്ചത്. ഇത് ഭയങ്കര മുടക്കുമുതലുണ്ട് ഇതിന്റെ പിന്നിലേ. സാറിന് അറിയായിരിക്കും, ബൈക്കോളേജിൽ എപ്പോഴാ എഴുന്നേക്കുന്നെന്ന്. നമ്മളിപ്പോ ഉച്ചയും തിന്ന് ഉപ്പും തിന്ന് പിന്നെ ഉപ്പ് കഴിഞ്ഞ് പിന്നെ ചോറും കൂടെ തിന്നാ നമ്മളിപ്പം എഴുന്നേറ്റ് വരുന്നത്. അതാ ബൈസ്കൂളിലെ 4 മണിക്ക് എഴുന്നേക്കണം, ദിനകൃത്യങ്ങൾ ചെയ്യണം, 5 മണിക്ക് മോർണിംഗ് പ്രയറിന് ഇരിക്കണം. നിർബന്ധ ഒരാൾ വരാതിരുന്നാൽ നോട്ട് ചെയ്യും. അടുത്തത് വരുന്നതിനാ അറിയോ, വെട്ടി എടുത്തോളാൻ പറയും, പൊക്കോളാൻ പറയും. അറിയോ എന്നാ കഷ്ടം. സാറിനോട് ചോദിച്ചു നോക്ക്, സെമിനാറിലൊക്കെ എങ്ങനെയാ പഠിച്ചത്. അങ്ങനെ മുതൽ മുടക്കിയാണ് ഞങ്ങളൊക്കെ ഇത് പഠിച്ചത്. ദൈവകൃപയാൽ ഇന്ന് അവനവന്റെ വീട്ടിൽ അവനവന്റെ കസേരയും അവനവന്റെ മേശയുടെ പുറത്ത് ഈ മൊബൈലും വെച്ചിട്ട് പകുതി ഉറങ്ങി ബാക്കി ഉറങ്ങാതെ ബാക്കി സമയം എല്ലാ സ്വപ്നവും കണ്ടോണ്ടിരുന്നത് വേണ്ട കേൾക്കുക. എന്ത് സൗകര്യമാണെന്ന് നോക്കിക്കേ. എന്നിട്ടും ഈ വചനം വേണ്ട പലർക്കും. എന്നിട്ടും ഈ വചനം വേണ്ട. ഇത്രയും വചനം പഠിക്കാൻ ആഗ്രഹം പൊതുജനത്തിന്റെ ഇടയിൽ കൂടിയത് ഈ കഴിഞ്ഞ നാളുകളിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം പോലും ആയിട്ടില്ല ഈവനിങ് ക്ലാസ്സുകളും പിന്നെ ഓൺലൈൻ നമ്മുടെ കോവിഡിനോട് കൂടിയാണല്ലോ തുടങ്ങിയത്. ഇതൊക്കെ തുടങ്ങിയത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു. അതുകൊണ്ടാണ് ആത്മനിറവിന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ ക്ലാസ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞു, ആത്മാവ് നിറഞ്ഞവരായി. അതാണല്ലോ നമ്മൾ വായിച്ച വാക്യം അല്ലെ, എഫേസ്യർ 5:18 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ദൈവത്തിന് പാടിയും കീർത്തനം ചെയ്തു. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതിന്റെ തുടക്കത്തിനാ, ബാക്കിയെല്ലാം നമ്മൾ വരുന്നുണ്ട്. അതിന്റെ തുടക്ക വാക്കാ ഞാൻ എടുത്തത്, ആത്മാവ് നിറഞ്ഞവരായി. സത്യത്തിൽ അത് മലയാളത്തിൽ ഒരു വല്ലാത്ത ശ്ലഥമായ ഒരു ഒരു കെട്ടഴിഞ്ഞ പോലൊരു പ്രയോഗമാണ്. ആത്മാവ് നിറഞ്ഞവരായി അല്ല, മൂലഭാഷയിൽ അതൊരു ആജ്ഞയാണ്. ആത്മാവിൽ നിറയപ്പെടൂ. ഒരു ആജ്ഞയായിട്ടാണ് പൗലോസ് ഇത് ജനത്തിന് കൊടുത്തത്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആത്മനിറവില്ലാത്തവൻ യേശു ക്രിസ്തുവിൻ്റെതല്ല. റോമർ 8:9 വിശകലനം ചെയ്തതാ. ആത്മാവ് ഒരുവനിൽ വരുന്നത് എന്തിനാണ്? അവൻ ദൈവ പൈതലാണെന്ന്, നാം ദൈവമക്കളാണെന്ന് നമ്മളോട് സാക്ഷ്യം പറയാനാണ്. ആത്മാവാണ് സത്യത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്
ഞാൻ യഥാർത്ഥ ഒരു ദൈവപൈതലാണ്. ഈ ആത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഒരു ദൈവ പൈതലിന് യോജിക്കാത്ത നിലയിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തു പോകുന്നത്. ജ്ഞാനപ്പെട്ടു, വിശ്വാസത്തിൽ വന്നു, കൺവെൻഷന് കൈപൊക്കി, ആരോ കൊണ്ട് വെള്ളത്തിൽ മുക്കി, കാര്യമൊക്കെ ശരിയാ, ഒന്ന് ഇടപെട്ട് നോക്കണം. നിങ്ങൾക്ക് അവിടെ എങ്ങനെ പറയുമോന്ന് അറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പാമ്പ് ഇനം ഏതാന്ന് അറിയണമെങ്കിൽ ഇച്ചിരി മണല് വാരി ഇടണമെന്ന്. അപ്പൊ ഇച്ചിരി മണല് വാരി, പാമ്പ് ചുരുണ്ട് കിടക്കുക, ഇച്ചിരി മണല് വാരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ തീ വിടർത്തി ഇങ്ങ് പോകും. അപ്പം മനസ്സിലായി ഇവൻ മൂർഖനാണ്. ഇതുപോലെ പല ദൈവമക്കളും പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ വിശുദ്ധന്മാരാ. ഒന്ന് ഇടഞ്ഞു നോക്കണം, അപ്പൊ അറിയാം നമ്മുടെ സ്വഭാവം എന്നാന്ന് അല്ലേ. എല്ലാം കൂട്ടി വിളിക്കും, എല്ലാം പറയും, എന്തും പറയും. കാരണം ബോധ്യമില്ല, ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യം അവനില്ല. ഒന്ന് ചൂടായി നോക്കി, അപ്പൊ കാണാം ഞാൻ ആരാന്നറിയാമോ. ഈ കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റി കൂടിയപ്പോ ഒരു സഹോദരൻ പറഞ്ഞതാ കേട്ടത്, എന്നെ എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. സത്യം പറഞ്ഞ അവന് പോലും അവനെ ഇഷ്ടമല്ല. അത് സത്യമായി, നേരാ. എന്നെ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാതിരിക്കുക, ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇളക്കരുതെന്ന്. അപ്പൊ ഈ പുള്ളി ഇളകാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, ഉറച്ചിട്ടില്ല ഇതുവരെ, ഏത് നിമിഷം ഇളകും. അങ്ങനെ ഞാൻ ദൈവപൈതൽ. അപ്പൊ അവന് ഉറപ്പില്ല ഞാനൊരു ദൈവപൈതലാണെന്ന്. അത് എന്താ കുഴപ്പമെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് അവനില്ല. ആത്മാവാണ് അവൻ ദൈവ പൈതലാണെന്നുള്ളത് അവനെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് നടത്തുന്നവനാണ് യഥാർത്ഥ ദൈവ പൈതൽ. അല്ലേ? 8:14 നമ്മൾ വായിച്ചു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. 8:16 നമ്മൾ വായിച്ചു, നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നറിയാതെ ഒരു ക്ഷോഭം പോലും മനസ്സിൽ ഉയർന്നു വന്നാൽ ഉടനെ അകത്തിരുന്നുകൊണ്ട് ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയും, അരുത്, നീ ദൈവപൈതലാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്, നിനക്കത് പറ്റില്ല, നിനക്കത് ചെയ്യാൻ പറ്റില്ല, നിനക്കങ്ങനെ പറയാൻ പാടില്ല, നിനക്കങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയില്ല. ദൈവാത്മാവ് അകത്തിരുന്നു കൊണ്ട് നമ്മളെ അരുതെന്ന് വിലക്കും. അതില്ലാത്തതാണ് ഇന്ന് പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആത്മനിറവ് പ്രാപിച്ചേ പറ്റൂ. ആത്മനിറവുണ്ടെങ്കിലേ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റൂ. ആത്മാവില്ലെങ്കിൽ, ആത്മനിറവിലല്ല നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ നാം ശിക്ഷയ്ക്ക് പാത്രരാണ്. 8:1 അല്ലെ, റോമർ 8:1 കഴിഞ്ഞ നിങ്ങളത് വായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞ് അവസാനിക്കുകയല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, എന്നിട്ട് ഇച്ചിരി കോമായിട്ട് ഇതും കൂടെ പറയണം, ജഡത്തെ ആശ്രയിച്ചു നടക്കാതെ ആത്മാവിനെ അനുസരിച്ചു നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പൊ അത് തിരിച്ചു പറഞ്ഞേ, ആത്മാവിനെ അനുസരിക്കാതെ ജഡത്തെ ആശ്രയിച്ചു നടക്കുന്നവർ എത്ര ക്രിസ്തുയേശുവിലുള്ളവരാണ്. അവൻ ക്രിസ്തുയേശുവിലല്ല സത്യത്തിൽ. ഞാനും വിശ്വാസിയാണ്, ഞാനും പള്ളി പോകുന്നുണ്ട്, ഞാനും സ്വോത്രകാഴ്ച കൊടുക്കുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയാം, നീ നിത്യശിക്ഷയിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ആൾക്കൂട്ടം ഒന്നും അവിടെ നിത്യത കാണുകയില്ല കേട്ടോ. IPC-ക്കാരെല്ലാം സ്വർഗത്തിൽ കാണുകയില്ല, ചർച്ചകോടുകാരെല്ലാം കാണുകയില്ല, ഷാരോൺകാരെല്ലാം കാണുകയില്ല, ഏജിന്നും എല്ലാരും വരികയില്ല. ഇതിനകത്തൊരു രഹസ്യ സഭയുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ, അദൃശ്യ സഭ, ദൃശ്യസഭയും അദൃശ്യ സഭയും. അപ്പൊ ഇതിനകത്തെല്ലാം വാസ്തവത്തിൽ ഒരു റിമനന്റ്, ഒരു ശേഷിപ്പുണ്ട്. അവരാ നിത്യതയെ കാണുന്നത്. അവരാരാണ്? ജഡത്തെ ആശ്രയിച്ച് നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ. അപ്പൊ ആത്മനിറവ് വേണ്ടേ? ആത്മാവ് വേണ്ടേ? ആത്മാവ് ഉണ്ടാകണം.
ഞാൻ വീണ്ടും നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുന്നു. ബാക്കി ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വിട്ടോളാം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ദൈവത്തിനു പാടിയും കീർത്തനം ചെയ്തും. ആത്മാവ് നിറഞ്ഞവരായി be filled by the Holy Spirit. നിങ്ങൾ ശ്രദ്ധിക്കണേ, മൂലഭാഷയിൽ ആ be filled എന്ന് പറഞ്ഞിരിക്കുന്ന ആ ആജ്ഞാവാക്യം ബഹുവചനത്തിലാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്ലൂറൽ, ഏകവചനമല്ല. നമുക്കറിയാം മലയാളത്തിൽ അങ്ങനെ പ്രത്യേകതയില്ല. മലയാളത്തിലെ ഒരു ക്രിയാപദം കേട്ടാൽ അത് ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അവൻ ഓടി, അവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓടി തന്നെയല്ലേ പറയുള്ളൂ. അവർ ഓടി, അല്ലെ അവർ ആൺകുട്ടി നടക്കുന്നു, ആൺകുട്ടികൾ ആണെങ്കിലും എന്ത് ചെയ്യുന്നു, നടക്കുന്നു. അത് പണ്ടൊരാള് പറഞ്ഞു, ഏകവചനത്തെ ബഹുവചനമാക്കണമെങ്കിൽ ഏകവചന നാമത്തിന്റെ കൂടെ കള്ള് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. മനസ്സിലായോ? ആൺകുട്ടി കള്ളെന്ന് ചേർത്തേ ആൺകുട്ടികൾ. അപ്പൊ ബഹുവചനം കിട്ടാൻ എന്താ ചെയ്യണം? ഏകവചനത്തിന്റെ കൂടെ കള്ള് ചേർത്താൽ മതി. ഇനി എങ്കിലും ഓർക്കണം കേട്ടോ. ബുക്ക് ബുക്കുകൾ, കണ്ട കൽ. പെൺകുട്ടി പെൺകുട്ടികൾ. അപ്പൊ കള്ള് ചേർത്താൽ നമുക്ക് ബഹുവചനം കിട്ടും. എന്നാൽ ഇംഗ്ലീഷിലൊരു പ്രത്യേകത, ഈ ബഹുവചന പ്രത്യയില്ലേ കള്ള്, അത് ക്രിയയുടെ കൂടെയും ചേർക്കണം. മനസ്സിലായോ? മനസ്സിലായോ? The boy is running. ബഹുവചനമാണെങ്കിലോ the boys are running, ആർ ചേർക്കും. നമ്മൾ പറയുകയാണ് ആൺകുട്ടി ഓടുന്നു ഓടുന്നു. അത് ബഹുവചനത്തിലാണെങ്കിൽ ഇംഗ്ലീഷിന്റെ രീതി അനുസരിച്ച് നമ്മൾ എങ്ങനെ പറയണം? ആൺകുട്ടികൾ ഓടുന്നുക്കൾ. സത്യത്തിൽ അങ്ങനെ വേണമായിരുന്നു നമ്മൾ പറയാൻ. പക്ഷെ നമ്മുടെ മലയാളത്തിൽ അങ്ങനെയുള്ള ഭാഷാ പ്രയോഗം ഇല്ല. ഏകവചനമോ ബഹുവചനമോ ക്രിയ നോക്കിയാൽ നമുക്ക് പിടികിട്ടുകയില്ല. ഇതിനെ ഈ നമ്മള് ഇംഗ്ലീഷ് ഭാഷ വ്യാകരണം പഠിക്കുമ്പോൾ, നിങ്ങൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൺകോർഡൻസ് എന്ന് പറയും. നിങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? കോളേജിൽ കൺകോർഡൻസ് പഠിച്ചു ഓർക്കുന്നുണ്ടോ? The subject should agree with the verb in person and names. പേരും സംഖ്യയും അനുസരിച്ച് ക്രിയയുമായിട്ട് നാമം ചേർന്ന് പോകണമെന്നൊരു നിയമമുണ്ട്. അതാ കൺകോർഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഇംഗ്ലീഷിലും ഉണ്ട്, ഇത് ഗ്രീക്കിലും ഉണ്ട്. അപ്പൊ നോക്കണേ, ആത്മാവിൽ നിറയപ്പെടൂ. ആ നിറയപ്പെടൂ എന്ന വചനം എന്ന പദം ബഹുവചനമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആര് നിറയപ്പെടണം? നിങ്ങൾ. ആജ്ഞാവാക്യത്തിൽ നാമം പറയണോ നിർബന്ധമില്ലെന്നാണ് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മതി. ഗെറ്റ് വെർബ് മാത്രം പറഞ്ഞാൽ മതി. പ്രിപ്പോസിഷൻ ഗെറ്റ് ഔട്ട്. യു ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ ആള് പോകാതിരിക്കും. കുറച്ച് പറഞ്ഞാൽ മതി. ഇവിടെ അതുകൊണ്ട് നാമം പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ആത്മാവ് നിറയപ്പെടും എന്ന് പറഞ്ഞാൽ ആരോടായി പറയുന്നേ? നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടും. കാരണം ബഹുവചനത്തിലാ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. അപ്പൊ ആരാണ് ആത്മാവിൽ നിറയപ്പെടേണ്ടത്? നിങ്ങൾ എന്ന ആരെ കുറിച്ചാ പറഞ്ഞത്? എഫേസ്യ സഭയെ കുറിച്ചാ പൗലോസ് പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും സഭയിലെ ഒരു പ്രത്യേക വ്യക്തിയോടോ ഒരു പ്രത്യേക ഗ്രൂപ്പിനോടോ അല്ല പൗലോസ് പറഞ്ഞത്. എഫേസോ സഭയിൽ കൂടി വരുന്ന സകല വ്യക്തികളോടും, അത് കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായവർ വരെ, അടിമകൾ തുടങ്ങി ഉടമകൾ വരെ, പണ്ഡിതർ തുടങ്ങി പാമരർ വരെ കേട്ടോ, സഭയുടെ സെക്രട്ടറി തുടങ്ങി പൊതുജനം വരെ. അപ്പൊ ആര്? നമ്മുടെയൊക്കെ ചിന്തയുണ്ട്, ആര് ആത്മാവിൽ നിറയപ്പെടേണ്ടത്?
അത് സെക്രട്ടറി വേണേ അങ്ങ് ആത്മാവ് നിറയപ്പെട്ടു. അല്ലെങ്കിൽ ഒരു കാര്യം, കമ്മിറ്റിക്കാരെല്ലാം ആത്മാവ് നിറയപ്പെട്ടു. ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല. അപ്പൊ നമ്മളിപ്പോ ഓർത്തിരിക്കുന്ന എന്താ അറിയാമോ? സഭയിൽ ഒരു കൂട്ടം ആളുകൾ അന്ന്, ഇപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊരു ക്രീമി ലെയറായിരുന്നു. ആത്മാവിൽ ആരാധിക്കുന്നവരെ ദൈവസഭയിൽ മറ്റുള്ളവർ ബഹുമാനാദരവുകളോട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ സഭയിൽ അങ്ങനെ ആയിരുന്നു. ആത്മാവിൽ അന്യഭാഷകളിലൊക്കെ ദൈവത്തെ ആരാധിക്കുകയും വെളിപ്പാടുകളും പ്രവചനങ്ങളും ഒക്കെ പറയുന്നവരെ മറ്റുള്ളവർക്കെല്ലാം, ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ പേടിയായിരുന്നു. കാരണം എന്നാ അറിയോ, നമ്മള് അന്ന് ഈ ഗോട്ടിയൊക്കെ കളിക്കുമല്ലോ കുഞ്ഞുങ്ങള്. അന്ന് ക്രിക്കറ്റ് ഒന്നും ഇല്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില്. എന്താ പറയുന്നത്, ഈ ഗോലി കളിക്കുക എന്ന് പറയുവോ? അവിടെ പറയുവോ ഗോലി? ഗോലി കളിക്കുക. വട്ടെന്ന് പറയും ഞങ്ങളുടെ കോട്ടയം ഭാഷയിൽ, വട്ട് കളിക്കുക എന്ന്. ഇപ്പൊ അത് പറഞ്ഞാലേ വട്ട അല്ലേ? നിങ്ങളവിടെ എങ്ങനെ പറയുന്ന എനിക്കറിയത്തില്ല. ഗോലി കളി. അപ്പൊ ഈ ഗോലിയൊക്കെ കളിച്ച് പിള്ളേരുമായിട്ട് അവസാനം തമ്മിത്തല്ലും ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മള്. കുഞ്ഞുങ്ങളല്ലേ എന്നാലും പറഞ്ഞാൽ ഈ കള്ളക്കളി കളിച്ചതാ, അങ്ങനെ പറഞ്ഞാ ഇങ്ങനെ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും കഴിഞ്ഞാണ് ആരാധനയ്ക്ക് കയറിയിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഇരിക്കുകയും ഒരമ്മച്ചി ആത്മാവിൽ ഇങ്ങോട്ട് നിറഞ്ഞ് നീ വഴക്കുണ്ടാക്കിയിട്ടല്ലടാ വരുന്നെന്ന് ചോദിക്കും. എന്നെ മോനെ പേടിച്ച് ഈയൽ പോലെ വിറച്ചാൽ നമ്മളൊക്കെ ആരാധനയ്ക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ആത്മനിറവും അന്യഭാഷയിൽ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ ആരാധനയോടെ, ബഹുമാനത്തോടെ, ഭയത്തോടെയാണ് അവരെയൊക്കെ കാണുന്നത്. ഇന്ന് അന്യഭാഷ പറയുകയും ആരാധിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്നവരെ ഒരു പരിഹാസമായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത്. ആരാ ഇന്ന് ആരാധിക്കുന്നത്? കുറച്ച് പഴയ അമ്മച്ചിമാരിരുന്ന് അന്യഭാഷ പറയും. ഇവരുടെ കയ്യടി കാണാൻ ചെറുപ്പക്കാരെ പിള്ളേരെല്ലാം കൂടെ പുറകോട്ട് നോക്കിയിരുന്ന് ചിരിക്കും. പെന്തിക്കോസ്തമേ നടക്കുന്നതാ. ഇന്ന് നമ്മുടെയൊക്കെ സഭകളിൽ ഒരാൾ ഉറക്കെ ഒരു സ്തോത്രം പറഞ്ഞ എല്ലാരും കൂടെ തിരിഞ്ഞു നോക്കുക, ഇതെന്നാ കളിയാന്ന്. അവർക്കിത് അറിഞ്ഞുകൂടാ. കാരണം ആത്മനിറവ് പ്രാപിച്ചിട്ടില്ല. ആത്മനിറവ് പ്രാപിച്ച ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് അവരെന്ത് ചെയ്യും? ആത്മാവ് നിറഞ്ഞ് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചെന്ന് വരും. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ഇല്ല. അന്യഭാഷ പറയുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ വിരളമാണ്. അത് പറയുന്നവരെ തന്നെ എന്ത് ചെയ്യാ? നമ്മൾ കളിയാക്കുക. അവര് പറയുന്ന പദം നമ്മൾ കേട്ട് പഠിച്ചേച്ച് ഇന്ന് അവരെ വിളിക്കുന്നത് ആ പദം വെച്ച് അവരെ വിളിക്കുന്നത്. അതിലേതെങ്കിലും ഒരു മുറിപ്പദം നമ്മൾ പറഞ്ഞു വെച്ചേച്ച ആ പദമിട്ട അപ്പച്ചനെ നമ്മൾ വിളിക്കുന്നത്, ആ അമ്മച്ചിയെ വിളിക്കുന്നത്. ഇനി ഇതൊക്കെ ഒരു കളിതമാശയായിട്ട് മാറിയ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സഭ എന്ത് ചെയ്തു? ക്വാളിറ്റേറ്റീവായി, ഗുണപരമായി സഭ അധപ്പതിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താ സംഭവിച്ചതെന്നറിയാമോ? പൗലോസ് പറഞ്ഞു ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളെ അല്ല, പ്രായമായ ആളുകൾ മാത്രം ആത്മാവ് നിറയട്ടെന്നല്ല പറഞ്ഞത്. അമ്മച്ചിമാര് മാത്രം ആത്മാവിൽ നിറയപ്പെടട്ടെന്നല്ല പറഞ്ഞത്. സകലരും. ഇന്ന് നമ്മുടെയൊക്കെ സഭകളിൽ ചെന്ന സഹോദരന്മാര് ഒരു സ്തോത്രം പോലും ഉറച്ചു പറയുകയില്ല, ഒരു ഹല്ലേലൂയ പോലും ഉറച്ചു പറയുകയില്ല. പിന്നല്ലേ അന്യഭാഷയുടെ കാര്യം. അതൊക്കെ പറയാൻ കുറെ പഴയ അമ്മച്ചിമാര് പുറകെ കാണും. അവര് ഹല്ലേലൂയയും സ്തോത്രം അന്യഭാഷയൊക്കെ പറയും. അപ്പൊ ഇതൊരു നാണംകേട് പോലെയാണ് ഇന്നത്തെ തലമുറ കാണുന്നത്. അങ്ങനെ ഇരുന്ന് ആരാധിക്കുന്നതൊക്കെ കുറെ പ്രായമുള്ള അമ്മച്ചിമാരെല്ലാം കൂടെ വന്ന് കിടന്നുകൊണ്ട് വെറുതെ ബഹളം ഉണ്ടാക്കുക അല്ലേ എന്ന് പറഞ്ഞ് ഇന്നത്തെ ചെറുപ്പക്കാരെ കുറെ കൂടെ ഫാഷണബിളായി. എന്നാൽ പൗലോസ് പറയുകയാണ് സകലരും. അതിലെ സഭയുടെ ഖജാൻജി എന്നില്ല, സെക്രട്ടറി എന്നില്ല, കമ്മിറ്റിക്കാരെന്നില്ല, പ്രതിപുരുഷരെന്നില്ല, സകലരും. കുഞ്ഞുങ്ങൾ എന്നില്ല, പ്രായമുള്ളവർ എന്നില്ല. കേട്ടോ? ആഗ്രഹിക്കുന്നെങ്കിൽ എന്നും അങ്ങനെയുള്ളവരെ നിറയ്ക്കാൻ ദൈവം സന്നദ്ധമാണ്. പക്ഷെ ഇന്ന് അതിന് ആഗ്രഹമില്ല. ഞാൻ അതിലേക്ക് വന്നോളാം, എങ്കിൽ പോലും മുമ്പിൽ കയറി എന്ന് പറഞ്ഞോട്ടെ. ഈ ആത്മനിറവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ, അന്യഭാഷ അടയാളത്തോടെ ആത്മനിറവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന്, ആത്മനിറവ് പ്രാപിക്കാത്തത് എന്താണെന്നറിയാമോ? ഒന്ന്, ജീവിതത്തിൽ കുറവുകൾ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാകപ്പിഴകളും പാപങ്ങളും ഒളിച്ചു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവിന് നിങ്ങളുടെ മേൽ വരാൻ പറ്റുകയില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുടെ ആത്മാവാണ്. അത് വിശുദ്ധമായ ഇടത്തെ ഇറങ്ങുമ്പോൾ, നീ പാപം ചെയ്തേച്ച് മറ്റുള്ളവരെ അറിയാതെ ഒളിച്ചു വെച്ചോണ്ട് നടന്നാൽ അങ്ങനെയുള്ളവരുടെ മേൽ ഇറങ്ങുന്നത് ആത്മാവല്ല ഇത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്, എല്ലാം ചെയ്തു, എല്ലാ തെറ്റും ചെയ്തു, ആരോട് എന്തും പറയും, എടുത്തടിച്ചതുപോലുള്ള മറുപടി എത്ര പേരുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടാണെന്ന് അറിയാവോ? ആരാധനയ്ക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് മറുഭാഷയുടെ പ്രളയമാ. കുഞ്ഞേ, അത് നിന്നിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവല്ല, പരിശുദ്ധാത്മാവല്ല, അത് ദുരാത്മാവാ. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ബോധ്യമില്ലേ? ഇന്നലെ രാത്രിയിലും പലരെയും, കൂടപ്പുറപ്പിനെയും മരുമകളെയും അമ്മായിയപ്പനെ ഒക്കെ ഓരോന്ന് പറഞ്ഞ് ഹൃദയം വേദനിപ്പിച്ചിട്ട് ഞായറാഴ്ച ഇങ്ങോട്ട് വന്നങ്ങോട്ട് ഇരുന്ന് പായങ്ങോട്ട് ഇട്ടോ, ഇപ്പൊ ഞാൻ തുള്ളാൻ പോവാന്ന് പറഞ്ഞാ വരുന്നേ. എന്റെ കുഞ്ഞുകുഞ്ഞ, ഇത് ദുരാത്മാവാ നിന്നിൽ വ്യാപരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ദൈവാത്മാവെന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതായതുകൊണ്ട് നീ ഒരു കുറവ് മറ്റൊരാളുടെ ഹൃദയം മുറിപ്പെടുത്തിയിട്ടാണ് ആരാധനയ്ക്ക് വന്നെങ്കിൽ ആത്മാവ് അത് ഓർപ്പിക്കും. ആത്മാവ് ഓർപ്പിക്കും. എന്റെ ചെറുപ്പത്തിൽ എന്റെ അപ്പൻ ശുശ്രൂഷ സഭയിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങള് തിരുവനന്തപുരം കാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഇവിടെ ഈ കോട്ടയം ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ ദൈവദാസൻ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നു. മാങ്ങാനം ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തെ വിളിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം. കേരള പെന്തിക്കോസ്ത് ചരിത്രത്തിനകത്ത് അദ്ദേഹത്തിന് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്, മാങ്ങാനം വന്നു ജനം ആത്മാവിലായി. അന്ന് നമ്മുടെ സഭകളിലെല്ലാം കാത്തിരിപ്പ് യോഗങ്ങളുണ്ട്. അതിന് പ്രധാനമായിട്ട് വിളിക്കുന്ന ആരാധനയോ മാങ്ങാനം ജോസഫ് പാസ്റ്ററെയാ വിളിക്കുന്നത്. അദ്ദേഹം വന്നാ ഉണ്ടല്ലോ, അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം അഭിഷേകം പ്രാപിക്കും. അദ്ദേഹം ഒന്ന് വന്നേച്ച് പോയാൽ ഒരു വർഷത്തേക്ക് ആ സഭയ്ക്കൊരു പ്രയോജനം. അതുകൊണ്ട് ഇരിക്കാൻ നേരമില്ലായിരുന്നു അദ്ദേഹം. വെറും 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സുകാരനാ എത്ര വട്ടം അമേരിക്കയ്ക്ക് പോയെന്നറിയാവും. അത് കാരണം അദ്ദേഹത്തെ നിലത്ത് നിർത്തുക, ആളുകളെ കൊണ്ടുപോവുക. അല്ല, അമേരിക്കയിലൊക്കെ അദ്ദേഹം സ്ഥിരമാ. ചിലപ്പോ ഈ ആഴ്ച നമ്മള് ഇവിടെ കണ്ടേച്ച് അടുത്ത ആഴ്ച എവിടെയാ യോഗം, നമ്മൾ അടുത്ത ആഴ്ച ഞങ്ങൾക്കൊരു യോഗത്തിന് വരാം, അടുത്ത ആഴ്ച എവിടെയാ? അത് ഞാന് അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിലാന്ന് പറയും. പറയാൻ പോലും ചൊവ്വേന്നരെ അറിയത്തില്ല. അതുപോലെ ഓടി നടന്ന് ജനത്തിന്റെ ആത്മാനുഭവത്തിന് വേണ്ടി ഓടി നടന്ന് ജീവിച്ചൊരു പ്രിയ പിതാവാണ് അദ്ദേഹം. ഞങ്ങളുടെ ചർച്ചിൽ വന്നു. ജനം മുഴുവൻ ആത്മാവിലായി. അപ്പോഴേ ജനമാത്മാവിലായപ്പോ ഞങ്ങളുടെ ചർച്ചിൽ വളരെ പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്, കൃഷിക്കാരനാ, ഇത്തിരി വസ്തുവും വകയൊക്കെ ഏറെ ഉള്ള ഒരാളാ. അദ്ദേഹത്തിന് മാത്രം ഇത് കിട്ടുന്നില്ല. അപ്പൊ കുഞ്ഞുങ്ങൾ വരെ, ഞങ്ങളൊക്കെ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചു വരുന്നത് 6 വയസ്സുള്ളപ്പം ആത്മനിറവ് പ്രാപിച്ചു. ഞങ്ങളൊക്കെ തീപ്പൊരി പോലെ ഈയല് പോലെ പറന്ന് ആരാധിച്ചപ്പോ ഈ അപ്പച്ചനെ ഇരുന്ന് വിഷമിച്ചു. അതിന് മാത്രം അന്യഭാഷ കിട്ടുന്നില്ല. അടുത്തിരിക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കുമ്പോഴും അപ്പച്ചനെ ഇരുന്ന് കരയാൻ തുടങ്ങി. പകൽ മുഴുവൻ കരഞ്ഞല്ലോ. 2ാം ദിവസവും ഇരുന്ന് കരഞ്ഞോ, കിട്ടിയില്ല. 2ാം ദിവസം ഉച്ച കഴിഞ്ഞ് അന്ന് ഈ അപ്പച്ചൻ ഫെയ്ത്ത് ഹോമിനകത്ത് തന്നെ കിടക്കുക. ഒരു പായ വിരിച്ചിട്ടെന്ന്, ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഫെയ്ത്ത് ഹോമിൽ, വലിയ കട്ടിലും മെച്ചൊന്നുമില്ല. ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞാച്ച് ഈ ഫെയ്ത്ത് ഹോമിന്റെ ഒരു സൈഡിൽ തന്നെ ഒരു പായ അങ്ങോട്ട് ഉൽപ്പാദം 2-3 അടുക്കി അങ്ങോട്ട് ഇട്ടേച്ച് ഒരു തലവണ എടുത്തു കൊടുത്ത് അവിടെ ജുബായും ഒക്കെ ഊരിയിട്ട് ഒരു മുറിക്കയ്യൻ ബനിയനും ഒക്കെ ഇട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം ബാഗും ഒക്കെ അടുത്ത് വെച്ച് ഇച്ചിരി എന്ന് പ്രാർത്ഥിച്ച് അവിടോട്ട് കിടന്നൊന്നും മയങ്ങി. ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോ ഞാൻ ഈ പറഞ്ഞ ആത്മനിറവ് പ്രാപിക്കാത്ത അപ്പച്ചൻ വേദനയോടെ കയറി വന്നിട്ട് എന്റെ അപ്പനോട് വന്ന് ചോദിച്ചു, എനിക്ക് പാസ്റ്ററെ ഒന്ന് കാണാൻ പറ്റുമോ? പറഞ്ഞു, ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു.
അപ്പൊ ആ അപ്പച്ചൻ എഴുന്നേറ്റിരുന്ന് സ്വോത്രം ചെയ്യുന്നത് കേട്ടപ്പോ പറഞ്ഞല്ല അച്ഛൻ കയറിച്ചല്ലേ പാസ്റ്റർ അപ്പച്ചൻ പ്രാർത്ഥിക്കുക കയറിച്ചെല്ലാം ചെന്നു. എന്താ ബ്രദറെ വന്ന് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് മാത്രം ആത്മനിറവ് കിട്ടിയില്ല, കുഞ്ഞുങ്ങൾ പോലും ആത്മാവിൽ ആരാധിക്കാൻ എനിക്ക് കിട്ടിയില്ല. ഈ അപ്പച്ചൻ സഭയ്ക്ക് ഏറ്റവും അധികം ദശാംശം കൊടുക്കുന്ന ആളാ. ഏത് ദൈവദാസന്മാര് വന്നാലും വിളിച്ചു പണം കൊടുക്കുകയും ചെയ്യുന്ന ആളാ. അപ്പച്ചന് മാത്രം കിട്ടുന്നില്ല. അപ്പോ പാസ്റ്റർ എനിക്ക് വേണ്ടിയൊന്നും അപ്പച്ചൻ പറഞ്ഞു, പ്രാർത്ഥിച്ച എനിക്ക് പറയാനൊന്നും അറിയത്തില്ല, ദൈവാത്മാവ് എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ പറയാം. ദൈവാത്മാവ് എന്തെങ്കിലും എന്നെ ബ്രദറെ, ഞാന് ഒരു കൊച്ചു പശുക്കിടാവിനെ, കറുത്ത നിറമുള്ള ഒരു കൊച്ചു പശുക്കിടാവിനെ കാണിക്കുന്നു, അതും നിങ്ങളും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു. ഒരു കൊച്ചു പശുക്കിടാവിനെ കാണിക്കുന്നു, നിങ്ങളുമായിട്ട് എന്താ ഈ പശുക്കിടാവിന് ബന്ധമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ, ഞാൻ കൃഷിക്കാരനെ, ഞാൻ കൊടുത്തൊരു പശുക്കുട്ടികളുണ്ട്, പശുക്കളുണ്ട്, അതൊക്കെ എന്റെയൊക്കെ പണി, എനിക്കത് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നെ അത്രയും ദൈവാത്മാവ് കാണിച്ചോളൂ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ കൊച്ചു പശുക്കിടാവുമായിട്ട് ബന്ധം എന്നാന്ന് ചോദിച്ചു. അതെനിക്ക് അറിഞ്ഞൂടാ പാസ്റ്റർ, എനിക്ക് ഒരു ഓർമ്മയും വരുന്നില്ല. ശരി, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം, ദൈവാത്മാവ് ബാക്കി കൂടെ കാണിക്കട്ടെ. രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ പിതാവ് കിടന്ന് കരയുക, കരഞ്ഞ് നിലവിളിക്കുക, ഉറക്കവായിരുന്നു നിലവിളിക്കുക. അപ്പോ അല്പനിമിഷം പ്രാർത്ഥിച്ചേച്ച് ദേവദാസൻ ചോദിച്ചു, അച്ഛാ, ഈ പശുക്കിടാവ് നിങ്ങളുടേതല്ല, ഇത് നിങ്ങളുടെ അയൽവക്കംകാരൻ്റെതാണ്, ഇതുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമെന്ന് ചോദിച്ചു. അയ്യോ, എനിക്കങ്ങനെ ഒരു ചിന്തയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, പ്രാർത്ഥിക്കാം, വിഷമിക്കണ്ട, പ്രാർത്ഥിക്കാം. എന്നിട്ട് പ്രാർത്ഥിച്ച എന്നാ, കർത്താവേ, ഇതെന്താണെന്ന് ഈ പിതാവിനെ ഓർപ്പിക്കണം. ഇതെന്തുകൊണ്ട് ഈ കാളക്കിടാവ്, ഈ പശുക്കിടാവ് മുമ്പിൽ വരുന്നു? ഈ കറുത്ത പശുക്കിടാവ് എന്തുകൊണ്ട് മുമ്പിൽ വരുന്നു? ഓടി നടക്കുന്ന ഒരു കൊച്ചു പശുക്കിടാവ്, ഇത് എന്തുകൊണ്ട് മുമ്പിൽ വരുന്നു? ഓർപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഓർക്കുന്നു പാസ്റ്ററെ, ഞാൻ ഓർക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. എന്നാന്ന് ചോദിച്ചു. ഞാൻ എന്റെ പറമ്പിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇങ്ങനെ ഈ കുഴിവെട്ടി ഈ തെങ്ങിന് തടമെടുക്കുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ അന്ന് തെങ്ങും തോപ്പുകളായിരുന്നു. തെങ്ങിൽ ഇങ്ങനെ തടമെടുത്തുകൊണ്ടിരുന്നപ്പോഴേ അതിന്റെ തൊട്ടടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു ചാലുണ്ട്, അങ്ങനെ വെള്ളം ഒഴുകി ഈ അകത്ത് വലിയ ആഴം, അടിയിലെ മൂലയിൽ നോക്കിയാൽ വലിയ വലിപ്പം തോന്നുകയില്ല, പക്ഷെ അകത്തോട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി അകത്ത് വലിയ ഉള്ളറ പോലെ ഒരു ചാലിങ്ങനെ ഒഴുകുന്നുണ്ട്. പറമ്പിന്റെ നടുക്കൂടെ വെള്ളം ഒഴുകിയതാണ്. അതെപ്പോഴും ഇല്ല, മഴക്കാലത്തേ ഉള്ളൂ, പിന്നെ വെള്ളം പറ്റി ഇങ്ങനെ കിടക്കും. അപ്പൊ അതിന്റെ അടുക്ക നിന്ന് ഇങ്ങനെ ഈ തെങ്ങിന് തടമെടുത്തു കൊണ്ടിരുന്ന സമയത്ത് അയൽവക്കത്തെ ഒരു പശുക്കിടാവ്, കറുത്തൊരു പശുക്കിടാവ് വാലും പൊക്കി പിടിച്ച് തുള്ളി അകത്ത് കയറി വന്ന് അപ്പച്ചന്റെ 1-2 തൈത്തങ്ങ് തിന്നു. അപ്പൊ ആദ്യം ഓടിച്ചു വിട്ടു. പോ പശു എന്ന് പറഞ്ഞ കുഞ്ഞു പശു, അത് കഴുത്തെ കയറിടാൻ തുടങ്ങിയിട്ടില്ല. ഉടനെ ഇതങ്ങ് പോയി. കുറച്ചേരം കഴിഞ്ഞപ്പം പിന്നെ കിളച്ചിട്ട് തിരിച്ചു നോക്കുമ്പോ ഇത് വന്ന് നിന്ന് തെങ്ങ് തിന്നുക, തെങ്ങിന്റെ നാമ്പ് തല കാടിച്ചു പറിച്ച് തിന്നുക. അപ്പച്ചന് ദേഷ്യം വന്നു. ഓട്ടിച്ചു ചെന്ന് ഇതിനെ ഓട്ടിച്ചക്കരെ കടത്തി. വീണ്ടും വന്നാണ് പണിതുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും വന്ന് ആ തെങ്ങിന്റെ നാമ്പ് കാടിച്ച് വലിച്ചൂരി അങ്ങ് എടുക്കുക. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്ത് അറിയോ, കയ്യിലിരിക്കുന്ന ഈ മമ്മട്ടിക്ക് ഒറ്റ അടി അങ്ങെടുത്തു അതിന്റെ തലക്കിട്ടാകൊണ്ടേ. ദേഷ്യത്തിന് ചെയ്തതാണേ, ഒറ്റ അടി. പക്ഷെ അത് കൃത്യം തലയോട്ടിക്കാ ചെന്നുകൊണ്ടത്. ആ പശുക്കിടാവ് അവിടെ വീട് ചത്തു. അവിടെ വീണു. ഇതിൽ പരിഭ്രമായി. കോപിച്ച് ചെയ്തു പോയത് ഒരു നിമിഷം കൊണ്ട് ഓർത്തോണ്ട് ചെയ്തതല്ല. പല പ്രാവശ്യം ഓടിച്ചിട്ട് പിന്നെയും വന്നത് കണ്ട് ദേഷ്യപ്പെട്ട് ചെയ്തതാണ്. അദ്ദേഹം ചുറ്റും നോക്കി ആരെങ്കിലും കാണണ്ടോ? അപ്പൊ ആരും കാണുന്നില്ല. അടുത്തെങ്ങും ആരുമില്ല. ആരും അറിയാതിരിക്കാൻ അപ്പച്ചൻ എന്ത് ചെയ്യുന്നറിയോ, ഈ തോട്ടിനകത്തേക്ക് ഇതിനെ വലിച്ചിട്ടിട്ട് ഒരു 3-4 മമ്പട്ടി മണ്ണ് അതിന്റെ പുറത്തോട്ട് വാരിയിട്ടു. ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ. ഇത് 10-15 വർഷം മുമ്പ് നടന്ന സംഭവം കേട്ടോ. ഈ 15 വർഷം മുമ്പ് നടന്ന സംഭവം ദൈവാത്മാവ് ഓർപ്പിച്ചു.
കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് കിടപ്പുണ്ട്, ഒരശുദ്ധി കിടപ്പുണ്ട്. ആ കാര്യം ഇന്ന് ക്രമീകരിക്കാമെങ്കിൽ ദൈവം ഇന്ന് നിന്നെ ആത്മാവിൽ നിറയ്ക്കുമെന്ന് പറഞ്ഞു. എന്റെ ചെറുപ്പത്തിൽ നടന്ന സംഭവം ഇത്. ഞാൻ അത്ര ഓർമ്മയില്ല, പക്ഷെ എന്റെ അപ്പച്ചൻ ഇത് ആവർത്തിച്ച് പറഞ്ഞു കേട്ട് എന്റെ ഓർമ്മയിൽ ഞാൻ കണ്ടപോലെ ഓർക്കുന്നുണ്ട് ഇത്. എന്തെന്നറിയാമോ? ആ പിതാവ് കരഞ്ഞ് നിലവിളിച്ച് വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ കാലിപ്പെട്ടി തുറന്ന് ഇത്തിരി പൈസ എടുത്തു. ഒരു വലിയ പശുവിന്റെ വിലക്കുള്ള പൈസ എടുത്തുകൊണ്ട് അയൽവക്കംകാരുടെ വീട്ടിൽ ചെന്നു. അപ്പോ അവിടുത്തെ അപ്പച്ചൻ മരിച്ചുപോയി. ഇതിന്റെയൊക്കെ ഉടമയായിരുന്ന പുള്ളി മരിച്ചുപോയി. അവരുടെ മക്കളായിരുന്നു ആ വീട്ടിലുള്ളത്. അവിടെ ചെന്നിട്ട് അവിടെ കയറി ചെന്നു. മക്കളെ ഇങ്ങോട്ടൊന്ന് വന്നടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. എടാ മോനെ, എനിക്കൊരു തെറ്റ് പറ്റി, ഞാന് അത് കഴിഞ്ഞങ്ങ് മറന്നുപോയി. എന്നിട്ട് ഈ സംഭവം പറഞ്ഞു. അങ്ങനെ ഒരു പശുക്കിടാവ് എന്റെ പറമ്പിൽ വന്നു. ഞാൻ ഓടിച്ച് 2-3 പ്രാവശ്യം വിട്ടു. പിന്നെയും വന്ന് എന്റെ തെങ്ങിന്റെ നാമ്പല കടിച്ചു പറിച്ചത് കണ്ടപ്പോ ദേഷ്യത്തിന് കയ്യിലിരുന്ന മമ്മാട്ടിക്ക് കൂന്താലിക്ക് ഞാൻ ഒരു അടി അടിച്ചു. അതങ്ങ് ചത്തുപോയി. അതിനെ ഞാൻ ആ കുഴിയിലേക്ക് ഇട്ടു. നിങ്ങൾ അറിഞ്ഞ എന്താ ചെയ്യുന്നത്? അത് പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി മണ്ണും കോരി ഇട്ടു. അപ്പൊ ഇത് പിള്ളേര് കേട്ടിട്ട് പറഞ്ഞ, അത് ഞങ്ങളുടെ അപ്പന്റെ കാലത്ത് നടന്നത്. അപ്പന്റെ പശുവല്ലേ പശുക്കിടാവ്, അത് കുഞ്ഞു പശുവല്ലേ. ഇല്ല മോനെ, ഈ കാശ് നിങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു. അവര് മേടിക്കുക. അവര് പറഞ്ഞു ചാച്ച വേറെ വല്ലതും കൊണ്ടുപോയത്. നല്ല മനുഷ്യനാണ് ഇദ്ദേഹം, ഇച്ചിരി മുൻകോപം ഉണ്ടെന്നേ ഉള്ളേ, നാട്ടുകാർക്കെല്ലാം ഉപകാരിയാ. അവര് പറഞ്ഞു എന്താ ചെയ്ത് കൊണ്ടുപോകും. ഒരു കുഞ്ഞു പശുക്കിടാവ് ചത്തയിലാണ് ഇത്രയും കാശും കൊണ്ട് വന്നിരിക്കുന്നത്, കൊണ്ടുപോകാൻ പറഞ്ഞു. ഇല്ല, എനിക്ക് ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. ആത്മാവിനെ ഓർപ്പിച്ചു, ഇത് നിങ്ങൾ വാങ്ങിച്ചേ പറ്റൂ. ഈ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ ഞാനിതിവിടെ വെച്ചു പോകും. എനിക്ക് കാശ് വേണ്ട. പലിശ അടക്കം ഒരു വലിയ പശുവിനുള്ള പൈസ ഞാൻ തരിക, നിങ്ങൾ എന്നോട് ക്ഷമിച്ചെന്ന് പറയണതാണ്. അച്ഛൻ വേറെ പണി പോയി നോക്ക്. ചുമ്മാ അതൊക്കെ പണ്ടത്തെ കാര്യം. ഇവിടെ എന്താ ഇതുമില്ല. ഞങ്ങളുടെ അച്ഛന്റെ കാലത്ത് നടന്നതല്ലേ, വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് അവര് വഴക്കുണ്ടാക്കി. പക്ഷെ അദ്ദേഹം ആ പണം അവിടെ എടുത്ത് അവരുടെ മേശപ്പുറത്ത് വെച്ചേച്ച് അദ്ദേഹം ഇറങ്ങിപ്പോന്നു. അന്ന് രാത്രി ആ പിതാവ് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ദൈവമക്കളെ പെന്തിക്കോസ്തിൽ. നിങ്ങളത് കേട്ടോളൂ. അത് കണ്ടു വളർന്നവനാ ഞാൻ. അത് അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടും കെട്ടും വളർന്നത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന പല ഗിമിക്കുകളും കണ്ടാൽ ഞങ്ങളുടെ ഒന്നും കണ്ണ് മഞ്ഞളിക്കുകയില്ല. ഇതൊന്നും കണ്ട ഞങ്ങൾക്ക് അല്ലേലിയായി സ്വോത്രം ഒന്നും വരികയില്ല. കാരണം ഇതാ ഞങ്ങൾ കണ്ടു വളർന്നത്. മനസ്സിലായോ? ജീവിതത്തിൽ മാലിന്യം ഇരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവ് ഇറങ്ങുകയില്ല. മാലിന്യത്തിന് മേൽ പറന്നിറങ്ങുന്നത് ദുരാത്മാവാണ്. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു പകയോ പിണക്കമോ ദേഷ്യമോ തെറ്റായ ഒരു മനോഭാവമോ ഉണ്ടെങ്കിൽ കുഞ്ഞെ, നിന്റെ മേൽ ഇറങ്ങുന്നതും നീ പറയുന്ന മറുഭാഷയും ഒന്നും പരിശുദ്ധാത്മാവിൽ നിന്നല്ല. ആത്മനിറവ് പ്രാപിച്ചില്ലെങ്കിൽ ആദ്യം നീ പരിശോധിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ എവിടെയാണ് കുറവിരിക്കുന്നത്. അതിന് നേരമില്ല, അതിനാഗ്രഹമില്ല ആർക്കും. മനസ്സിലായോ? കുറ്റം പറയാൻ പറ്റുകയല്ലോ, തെറ്റ് പറയാനും പറ്റുകയല്ലോ, ഞാൻ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാനും പറ്റുകയല്ലോ. ഇതെങ്ങനെ ആത്മനിറവ് പ്രാപിക്കുക? എന്തുകൊണ്ടാ ഇന്ന് നമ്മുടെ സഭകളിൽ ആത്മനിറവ് ഇല്ലാത്തവരുടെ ജനസംഖ്യ കൂടിപ്പോയത്? എന്തുകൊണ്ടാ? കുറവുകൾ ഏറ്റുപറയുന്നില്ല. വീട്ടിൽ വഴക്കും ബഹളവും അയൽവക്കംകാരുമായിട്ട് വാദവും തർക്കവും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തും ചെയ്തും എന്തും പറഞ്ഞേച്ച് എങ്ങനെ വന്ന് ആത്മാവിൽ ആരാധിക്കാനാണ്? എങ്ങനെ ആരാധിക്കാനാണ്? ഇതൊക്കെ പറയുന്നവരെ കൂടെ ഇന്ന് ഇഷ്ടമല്ല, താല്പര്യമില്ല. ഞങ്ങളെ ഒന്നും എല്ലാവരും ഇഷ്ടപ്പെടുകയില്ല, ഞങ്ങളെ എല്ലാവരും ഒന്നും മീറ്റിങ്ങിന് വിളിക്കുകയില്ല. എന്റെ കാര്യം ഞങ്ങളൊക്കെ ചെന്നാൽ ഇതൊക്കെ പറയും. ഞങ്ങൾ പഠിച്ചു വന്നത് ഇതാ, ഞങ്ങൾ ഇതാ കണ്ടും കേട്ടും വന്നത്. അപ്പൊ ഒന്ന് ആത്മനിറവ് പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം? ഒന്ന് കുറവുകൾ ഏറ്റു പറയാം. കർത്താവേ, ദൈവാത്മാവിന് എന്നെ നിറയ്ക്കുവാൻ കഴിയാത്തതായി എന്റെ ജീവിതത്തിൽ ഏത് കുറവുകളാണ് ഞാൻ ഏറ്റു പറയേണ്ടത്? ഏത് കുറവുകളാണ്? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചോദിക്കുന്നെങ്കിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരിലൂടെയോ നിങ്ങളോടത് സംസാരിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അത് അനുഭവിച്ചു വളർന്ന. 2, ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. കർത്താവേ എന്നെ നിറയ്ക്കണം, ആ ആഗ്രഹം നമുക്ക് വേണം. ദൈവാത്മാവിന്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണം. ഒന്ന് വായിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. തന്നോട് യാചിക്കുന്നവർക്ക്. അപ്പൊ ഞാൻ വേണ്ട ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എന്നെ നിർജ്ജിച്ചു പൊക്കോളാൻ പറഞ്ഞിരുന്ന എന്റെ പൊന്നു കുഞ്ഞെ, നീ ജന്മത്തിൽ ആത്മാവിൽ നിറയപ്പെടുകയല്ല. പലരുടെയും പരിപാടി അതാ. കാരണം ഞാൻ ഇരിക്കൊണ്ട് വേണേ എന്നെ നിർജ്ജിച്ചു പൊക്കോന്ന്. ഇപ്പൊ ദൈവത്തിനാ ഭയങ്കര ഉത്തരവാദിത്വം. ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞ് മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമാറുണ്ടോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമാറുണ്ടോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമാറുണ്ടോ? ഇതൊക്കെ പറഞ്ഞ കർത്താവ് പറയുന്നത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുന്നു എങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് ഉണ്ടോ? അപ്പോ ഒന്ന്, ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നാം ക്രമീകരിക്കപ്പെടണം. മലിനതകൾ മാറി യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കണം. ഏറ്റുപറയേണ്ടത് ഏറ്റുപറയണം, ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം കേട്ടോ. മനുഷ്യനോട് ഏറ്റുപറയേണ്ടത് മനുഷ്യനോട് ഏറ്റുപറയണം. ദൈവത്തോട് ഏറ്റുപറയേണ്ടത് ദൈവത്തോട് ഏറ്റുപറയണം. ചിലർക്കൊരു പരിപാടിയുണ്ട്, മനുഷ്യനെ എതിരെ ദ്രോഹം ചെയ്ത് എല്ലാം കൂടെ ദൈവത്തിന് ഒറ്റ അടിയാ. കർത്താവേ എല്ലാം എന്നോട് ക്ഷമിക്കണേ. മനുഷ്യൻ നീ നിമിത്തം വേദനപ്പെട്ടപ്പോഴും വീട്ടിൽ ഇരിക്കുക. അതിനൊരു ഒരു തെറ്റുമില്ല, ഒരു മനസ്താപവും ഇല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല, വിലേശയില്ല. ഞാൻ നിമിത്തം ഞാനൊരു കാര്യം പറയാം എന്റെ പൊന്നു കുഞ്ഞെ, നിന്റെ ഒരു വാക്ക് നിമിത്തം ഒരു വ്യക്തിയെങ്കിലും കണ്ണുനീരോടെ ഒരു നേരത്തെ ആഹാരം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിത്യത വരെ അത് നിനക്കൊരു കെട്ട. ഓർത്തോണം കേട്ടോ. വീട്ടിലെ മാതാപിതാക്കളോടോ കൂടപ്പിറപ്പുകളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ഞാൻ പറഞ്ഞൊരു വാക്ക് നിമിത്തം അവർ വേദനിച്ചിരുന്നിട്ട് ആ കാര്യങ്ങൾക്കൊരു ക്രമീകരണം വരുത്താതെ ദൈവസഭയെ വന്നങ്ങോട്ട് ഇരുന്ന ഉടനെ മറുഭാഷ പറയണമെന്നും പറഞ്ഞാൽ നീ വരുന്നെങ്കിൽ നീ പറയുന്നത് മറുഭാഷയല്ല, അത് ദുരാത്മാവിന്റെ ഭാഷയാണ്. ക്ഷമിക്കണം, ക്ഷമിക്കണം. ദൈവാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ നീ പ്രാപിച്ച ആത്മാവ് ദൈവാത്മാവല്ല. മനസ്സിലായോ? തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എത്രയധികം ചോദിക്കണം, ആഗ്രഹം വേണം. കർത്താവേ എനിക്ക് യഥാർത്ഥ ആത്മാവിനെ, സത്യാത്മാവിനെ നൽകണമെന്ന് വേണം പ്രാർത്ഥിക്കാൻ. കാരണം ഈ ദുരാത്മാവ് ഇറങ്ങി വരുവേ. ഞാന് ആഴ്ചയിലെ 7 ദിവസം കൊണ്ട് 7 സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഒരുമാതിരിപ്പെട്ട ഇടത്തെല്ലാം പോവുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇനി കാണുന്ന അന്യഭാഷ ആരവാരങ്ങളിലും നല്ലൊരു പങ്കും ദൈവാത്മാവിൽ നിന്നല്ല. അതിന് തെളിവ് ഞാൻ പറഞ്ഞു തരാം. പിന്നത്തെ വരിക, ഞങ്ങളെ പഠിപ്പിച്ച് വരിക, നമ്മളതിലേക്ക് വരും.
നമ്മൾ കേട്ടാൽ ഇത്ര രസകരമായ ഭാഷാപ്രയോഗങ്ങൾ ഇങ്ങോട്ട് പറയുന്നറിയാമോ? നല്ലൊരു പങ്കിൽ നിന്നും പുറത്തു വരുന്ന ഭാഷ. അത് മൂന്ന് തരത്തിൽ അന്യഭാഷ പറയാവേ. 3 ആത്മാവിൽ അന്യഭാഷ പറയാം. ഓർത്തോണേ, 3 ആത്മാവുണ്ട്. 3 ആത്മാവ്. ഒന്ന്, മനുഷ്യാത്മാവിൽ അന്യഭാഷ പറയാം. നമ്മൾ കുറെ പരിചയിച്ചതായതുകൊണ്ടേ ഈ പാട്ടുമൊക്കെ അങ്ങോട്ട് ഒത്തു വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് വാ തുറന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി പറയാൻ തുടങ്ങും. കാരണം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ തെറ്റിദ്ധരിക്കുമല്ലോ എന്നും കണ്ടേ, അവൻ ആത്മാവില്ലാത്തവനാണ് തെറ്റിദ്ധരിക്കുമല്ലോ എന്നും കണ്ട് പറഞ്ഞ് പഠിച്ച് പരിശീലിച്ചത് കുറേയുണ്ട്. അങ്ങ് തുടങ്ങും ഇത്. അത് അവൻ സ്വയമായിട്ട് ഉണ്ടാക്കുക, സ്വയംകൃതമാണ്. മനുഷ്യാത്മാവിലാണ് പറയുന്നത്. പരിശീലിച്ച കുറെ പദങ്ങൾ മനുഷ്യാത്മാവിൽ പറയാം കേട്ടോ. 2, ദുരാത്മാവിൽ പറയാം. അതാ നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല മണി പോലുള്ള അന്യഭാഷ പറയും. അതായത് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോഴറിയാവേ, ഈ ചിലടത്ത് അങ്ങോട്ട് ചെന്ന് നമ്മളങ്ങോട്ട് വചനം എടുത്ത്, എന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഈ വചന ശുശ്രൂഷയാ, അല്ലാതെ എനിക്ക് വേറെ കണ്ണടച്ചത് നോക്കിയിട്ട് ഒന്നും കണ്ടാൽ പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ വചനത്തിലൂടെ പറയുമ്പോൾ ജീവിതങ്ങളെ ശോധന ചെയ്യും. ജീവിതങ്ങളെ നമ്മൾ കീറി മുറിച്ചതുപോലെ എത്രയോ വട്ടം അവർ രാവിലെ പറഞ്ഞ വാക്കുകൾ പോലും അതുപടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവം എനിക്ക് അങ്ങനെ ഒരു ദൈവകൃപയാണ് തന്നിരിക്കുന്നത്. എനിക്കത് ബോധ്യമുണ്ട്, എനിക്കിന്നും അറിയാം. അല്ലാതെ ഭൂതമളകുന്നതിനെ ഭൂതം ഇറക്കാനും നീ ആരാ, എവിടുന്നാ വരുന്നത്, നിന്റെ പേരെന്താ, ഇതൊന്നും ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ ഒരു ശുശ്രൂഷ ഞാൻ ചെയ്യാറുമില്ല. ഈ വളരെ ശുശ്രൂഷ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് കയറി കത്തി ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, ചില സഹോദരിമാരും സഹോദരന്മാരും കൊണ്ട് എന്നോ അന്യഭാഷയാണെന്നറിയോ, നമ്മളെ കൊണ്ട് വചനം പോലും പറയാൻ സമ്മതിക്കുകയില്ല. ഞാൻ അന്നേരം നോട്ടക്കിടും. ദൈവാത്മാവ് അങ്ങനെ ഒരു വിവേചനം വരെ തന്നിട്ടുണ്ടേ. എന്നിട്ട് അടുത്തോട്ട് ചെന്നിട്ടേ തരുതെന്ന് പറയും. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുക, തടസ്സപ്പെടുത്തരുതെന്ന് പറയും. നമുക്ക് വചനം പറയാൻ അവസരം കിട്ടുകയല്ലെന്ന് നമ്മളൊരു വാക്കങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞോണ്ട് അയ്യോ മൊത്തം അങ്ങോട്ട് തുടങ്ങിയ ബഹളമാണ്. വചനം ശുശ്രൂഷിപ്പിക്കാൻ സമയം തരികയില്ല. അപ്പോ നേരെ അടുത്ത് ചെന്നേച്ച് തൊട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ അടുത്ത് ചെല്ലും. തൊട്ട് ചെയ്യാം, കൊണ്ട് കാണിക്കും, മിണ്ടരുതെന്ന് കാണിക്കും. അത് മതി. വേറൊരു കാര്യം, പിജാവിന് ഇത് കാണിച്ചാൽ മതി, അന്നേരം അറിയാം എന്റെ അനുഭവം. എന്നിട്ട് വചന ശിശുവിടെ മൂർധന്യത്തിൽ അങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി അങ്ങോട്ട് ആറാൻ തുടങ്ങുന്നത് കാണാം. മുടിയഴിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇത്രയും നേരം പറഞ്ഞ അന്യഭാഷ ഏതാത്മാവിലാ പറഞ്ഞേ? ഏതാത്മാവില ഇത്രയും നേരം പറഞ്ഞേ? ഗുരാത്മാവില. അപ്പൊ മനുഷ്യാത്മാവിൽ നിന്നും മറുഭാഷ പറയാം, ദുരാത്മാവിൽ നിന്നും മറുഭാഷ പറയാം, മൂന്നാമത് പരിശുദ്ധാത്മാവിൽ നിന്നും അന്യഭാഷ പറയാം. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ ഒന്ന് ശോധന ചെയ്തോണേ. ഞാൻ ഏതാത്മാവിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് ശോധനയും കൂടെ ചെയ്തേ. ഒന്ന് ശോധന ചെയ്തേ. എന്റെ കർത്താവേ, ഞാൻ ഇത്രയും നാൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ ബുദ്ധിയിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണോ, ഓളം ഉണ്ടാക്കാൻ വേണ്ടിയേ? ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴേ സഭയിലെ പാസ്റ്റർ അല്ല പറയും, പക്ഷേ നല്ല ഓളം ഉണ്ടാക്കിയാ നിർത്താവളെന്ന് ചിലർ പറയുന്ന. ഞാനത് അങ്ങനെയുള്ളവർ ചില പാസ്റ്റർമാരുടെ രീതി അതൊക്കെ. നമ്മൾ എന്ന് എഴുന്നേക്കാന്നുള്ളതിന് മുമ്പേ പറഞ്ഞു എന്നാ, പക്ഷേ നല്ല ഓളം ഉണ്ടാക്കിയാ നിർത്താവളെ. ഞാൻ അവരോട് പറയും, ഓളവും തീരവും ഒക്കെ നിങ്ങളുണ്ടായിക്കോണം, ഞാൻ വചനം സംസാരിക്കും. എനിക്ക് ഓളം ഉണ്ടാക്കാനും തീരം ഉണ്ടാക്കാനും ഒന്നും എനിക്ക് നേരമില്ല. എല്ലാവരും നിലയോ. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു ആരാധന വെളിപ്പെടുത്തിയിട്ട് വേണം ഇരിക്കാൻ. ഞാൻ പറയും, അതെന്റെ പണിയല്ല. പിന്നെ ആരാധന വെളിപ്പെടുത്തുന്ന ആത്മാവ് എനിക്കിതുവരെ ദൈവം തന്നിട്ടില്ല. എനിക്ക് വചനം പറയാനാ ദൈവത്തിന്റെ ആത്മാവിനെ തന്നത്. ആരാധിക്കുന്നത് നിങ്ങൾ വേണേ ആരാധിച്ചോണം.
എനിക്കെന്നാ പണി? ഞാൻ നിങ്ങളെ ആരാധിപ്പിക്കുന്ന ചുമട്ടുതൊഴിലാളിയാണോ? എനിക്കൊരു നേരമുണ്ടോ? നിങ്ങളെ ആരാധിപ്പിക്കാനുള്ള പണി മുഴുവൻ കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഞാൻ കൊട്ടേഷൻ എടുത്തു വന്നതാണ്. എനിക്കതിന് നേരമില്ല. ഞാൻ വചനം ശുശ്രൂഷിക്കും. അപ്പോൾ ദൈവാത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നെങ്കിൽ എനിക്കെതിരല്ല, ഞാനെതിരല്ല. ആരാധിച്ചോളൂ, ഞാൻ അതിന് അവസരം തരും. തീർച്ചയായിട്ടും അതിന് വഴിമരുന്നിട്ട് കൊടുക്കും. പക്ഷെ ആരാധിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി എന്റെ ഇതിലില്ല. നിങ്ങൾ വായിച്ച് എവിടെയെങ്കിലും വേറെ പുസ്തകത്തിൽ ആരാധിപ്പിക്കുന്നവെന്നും പറഞ്ഞൊരു പ്രയോഗം ഉണ്ടോ? ആരാധിക്കുന്നവർന്നുണ്ട്, ആരാധിപ്പിക്കുന്നവരുണ്ടോ? ഉണ്ടോ? ഇപ്പൊ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ആരാധിപ്പിക്കുന്നവര്. ഇതൊക്കെ എവിടെ വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടെന്നേ. വേറെ പുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളുമായി ഇന്ന് അരങ്ങേറുന്നത്. ഇതിനെല്ലാം പുറകെ തുള്ളാൻ നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ. ഓരോ നിമിഷം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചേ, കർത്താവേ, ഞാൻ ഈ ചെയ്യുന്നത് സത്യാത്മാവിൽ തന്നെയാണോ? എന്നിലൂടെ വ്യാപരിക്കുന്നത് ദൈവാത്മാവാണോ, അതോ മനുഷ്യാത്മാവാണോ, അതോ ദൂരാത്മാവാണോ? ഒരു മടങ്ങി വരവിന്റെ സമയമായിരിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം ചിലടത്തെ അയച്ചു തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.